പിള്ളേർക്കൊക്കെ സ്കൂൾ തുറന്നതോടുകൂടി വിവിധ പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും പനിയും തലവേദനയും ജലദോഷവും കൊറോണയും ആ പ്രശ്നങ്ങളൊക്കെയാണ്. അതൊക്കെയാണെങ്കിൽ ആശുപത്രിയിൽ പോയി പരിഹാരം ഉണ്ടാക്കാം, മരുന്ന് കഴിച്ച് വിശ്രമിച്ച് പരിഹാരം ഉണ്ടാക്കാം. ഇതെല്ലാം ചെയ്താൽ ഒരാശ്വാസം ഉണ്ടാവും. പക്ഷെ ഇപ്പം ഇതൊന്നും അല്ല പ്രശ്നം. വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ടാണ് ഓരോ ദിവസവും കുട്ടികൾ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് എൻ്റെ മോളുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അവൾക്ക് നീല നിറത്തിലുള്ള ഏതെങ്കിലും ഫ്രൂട്ടോ ഏതെങ്കിലും വെജിറ്റബിളോ കഴിച്ചേ പറ്റൂ. ഇത് വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, മക്കളെ ഇപ്പോൾ ഉടനെ പരിഹാരം ഉണ്ടാക്കാം, നീല നിറത്തിലുള്ള ഒരു ഫ്രൂട്ട് കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ, അതിന് അച്ഛൻ പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്ലൂബെറി വാങ്ങാനായിട്ട് പോയപ്പോൾ സാധനം കിട്ടാനില്ല. അതുവഴി ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിച്ച് വരുന്നവരാണ് നമ്മളെ പോത്തൻകോട് പഞ്ചായത്ത് ഓഫീസിൻ്റെ ആ ഭാഗത്തായിട്ടൊരു ഞാവൽ മരമുള്ള കാര്യം ഓർത്തത്. നേരെ തന്നെ ആ വഴിക്ക് വെച്ച് പിടിച്ചു. ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ കുറച്ച് ഞാവൽ പഴങ്ങളൊക്കെ പറിച്ചുകൊണ്ട് നേരെ വീട്ടിൽ വന്നു. ഈ ഞാവൽ പഴങ്ങൾ നീല നിറമാണല്ലോ. ഇതുകൊണ്ട് മോളുടെ കയ്യിൽ കൊടുത്തു. പറഞ്ഞു, മക്കളെ ബ്ലൂബെറി കിട്ടിയില്ല, ഈ ഞാവൽ പഴവും ബ്ലൂബെറി പോലത്തെ ഒരു സാധനമാണ്, ഇതിന് നീല നിറമാണ്, മക്കൾ ഇത് കഴിച്ച് സന്തോഷിക്കാൻ പറഞ്ഞു. അവളിങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് ഈ സാധനം എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, അച്ഛാ ഇത് നീലയാണോ പർപ്പിളാണോ? ഞാൻ കൺഫ്യൂഷനായി. ഞാൻ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, മക്കളെ ഇത് ഡാർക്ക് ബ്ലൂ അല്ലേ? അച്ഛാ ഇത് ഡാർക്ക് ബ്ലൂ അല്ല, പർപ്പിളാണ്. അപ്പോൾ ഞാനിങ്ങനെ പർപ്പിൾ കളർ ഇങ്ങനെ ഒന്ന് എടുത്ത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ശരിയാണ്, ഈ സാധനം പർപ്പിൾ കളറാണ്. അപ്പോൾ പറഞ്ഞു, അച്ഛൻ മക്കൾക്ക് ബ്ലൂബെറി മേടിച്ച് തരാം, ഇന്ന് സാധനം കിട്ടിയില്ല, നാളെയോ മറ്റന്നാളോ നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഒരേ തർക്കം, അച്ഛാ ബ്ലൂബെറിയും പർപ്പിൾ കളറാണ്, എനിക്ക് വേണ്ടത് നീല നിറത്തിലുള്ള ഫ്രൂട്ടോ വെജിറ്റബിൾസോ ആണ്, അത് കിട്ടിയില്ലെങ്കിൽ ഇനി ഞാൻ സ്കൂളിൽ പോകില്ല. ഞാൻ പറഞ്ഞു, മക്കളെ പ്രശ്നം ഉണ്ടാക്കരുത്, അച്ഛനിത് എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ച് തരാം, മക്കൾ തൽക്കാലത്തേക്ക് സ്കൂളിൽ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കൂ, ഹോംവർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ ഓരെ വന്ന് ലൈബ്രറിയിൽ കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഫോൺ എടുത്ത് ഗൂഗിളിൽ കയറിയിട്ട് ഈ നീല നിറത്തിലുള്ള പച്ചക്കറികളോ പഴങ്ങളോ കിട്ടുമോ എന്നുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യ വന്ന് മുഖമൊക്കെ വീർപ്പിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ 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 പ്രശ്നം, കാര്യം പറയും. അത് എൻ്റെ കൊച്ചുങ്ങൾ എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ സമയമില്ല. ചുമ്മാ ഇവിടെ ഇരുന്ന് കുറേ പുസ്തകങ്ങൾ വായനയും ഗൂഗിളിൽ സെർച്ച് ചെയ്യലും ഫേസ്ബുക്കിൽ കയറിയിരിക്കലും യൂട്യൂബിന് ഇരിക്കാനും ഒക്കെ ഒരുപാട് നേരമുണ്ട്. കൊച്ചുങ്ങൾക്കൊരാഗ്രഹം പറഞ്ഞാൽ നടത്തി കൊടുക്കാൻ മാത്രം ധൈര്യമില്ലെന്ന്. ഞാൻ പറഞ്ഞു, കൊച്ചുങ്ങൾ പറഞ്ഞത് ചില്ലറ ആഗ്രഹമല്ല, നീല നിറത്തിലുള്ള പച്ചക്കറിയോ നീല നിറത്തിലുള്ള പഴങ്ങളോ വേണമെന്നാണ് പറയണത്. അതന്നെ, അത് വാങ്ങിക്കൊണ്ട് കൊടുക്കണം, ഉള്ളിടത്ത് പോയി വാങ്ങിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ അന്വേഷിച്ചിട്ട് ഒരിടത്തും കിട്ടാനില്ല, നീ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഒന്ന് അന്വേഷിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു തരാൻ പറഞ്ഞു. ഒരു വിധത്തിൽ തള്ളി താഴോട്ട് അയച്ചിട്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നീല നിറത്തിലുള്ള ഒരു പഴങ്ങളും ഒരു പച്ചക്കറികളും ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാനിങ്ങനെ തപ്പിയപ്പോൾ ഈ ബ്ലൂബെറി കിട്ടി, ബ്ലൂ പൊട്ടറ്റോ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടി, ബ്ലൂ കോൺ എന്ന് പറയുന്ന സാധനം കിട്ടി, കൂടെ ഈ ഞാവൽപ്പഴം കിട്ടി. ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് നീല നിറമല്ല, പർപ്പിൾ കളറാണ്. നീല നിറത്തിൽ ഈ സാധനങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ശരിക്കുമുള്ള സത്യം. ഞാനിങ്ങനെ ഗൂഗിളിൽ കയറിയിട്ട് പല നിറങ്ങളിലുള്ള ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും ഒക്കെ അന്വേഷിക്കാൻ തുടങ്ങി. ചുവന്ന നിറം എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല ആപ്പിളുണ്ട്, സ്ട്രോബെറി ഉണ്ട്, പിന്നെ നമ്മുടെ ചെറിയുണ്ട്, തക്കാളിയുണ്ട്. ഇവയൊക്കെ തന്നെ ഇതിൻ്റെ പുറം നല്ല ചുവന്ന നിറമാണ്, മനോഹരമായിട്ടുള്ള ചുവന്ന് തുടുത്ത എന്ന് പറയാവുന്ന നിറമാണ് ഈ സാധനമല്ല. മഞ്ഞ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ നിറത്തിൽ മാങ്ങയുണ്ട്, നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ വാഴപ്പഴങ്ങളും മഞ്ഞ നിറത്തിലാണ്. ഓറഞ്ച് നിറം എടുത്ത് നോക്കിയപ്പോൾ ക്യാരറ്റ് ഓറഞ്ച് നിറത്തിലാണ്, പിന്നെ നമ്മുടെ ഓറഞ്ച് തന്നെ ഓറഞ്ച് നിറത്തിലാണ്. പച്ച നിറം എടുത്ത് നോക്കുമ്പം ഒരുമാതിരിപ്പെട്ട വെജിറ്റബിൾസുകളൊക്കെ തന്നെ പച്ച നിറത്തിലാണ്. പച്ച നിറത്തിലുള്ള വാഴപ്പഴം ഉൾപ്പെടെയൊക്കെ ഉണ്ട്. ചില മാങ്ങകളൊക്കെ പച്ച നിറത്തിൽ തന്നെ ഇരിക്കുന്നവയുണ്ട്, പച്ച നിറത്തിലുള്ള മുന്തിരിയുണ്ട്. അങ്ങനെ പല സാധനങ്ങളും കണ്ടു. പക്ഷേ ഈ നീല നിറത്തിൽ ഒരു സാധനവും അങ്ങനെ എനിക്ക് കിട്ടുന്നില്ല. കിട്ടിയ സാധനമൊക്കെ ഈ പർപ്പിൾ കലർന്ന ഒരു നിറമാണ്. ഈ നീലയിൽ സാധനങ്ങളില്ല. അങ്ങനെ ഞാൻ ശരിക്കും ഇതിന് ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ ഇങ്ങനെ തിരഞ്ഞു പോയി. ശരിക്കും ആരാണ് ഈ പച്ചക്കറികൾക്കും ഈ പഴങ്ങൾക്കും ഒക്കെ നിറം കൊടുക്കുന്നത് എന്ന് അന്വേഷിച്ച് കുറേ സഞ്ചരിച്ചപ്പോഴത്തേക്ക് ചില ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. അതിൽ ആദ്യത്തെ ആളാണ് ഈ ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു സാധനം. ഈ കക്ഷിയാണ് പച്ചക്കറികൾക്കൊക്കെ പച്ച നിറം കൊടുക്കുന്ന പ്രകൃതിയുടെ ചായക്കൂട്ടെന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ കുറേ കൂടെ സഞ്ചരിച്ചപ്പം വേറൊരാളെ കണ്ടുകിട്ടി. പുള്ളിയുടെ പേരാണ് കാർട്ടനോയിഡ്. ഈ കക്ഷിയാണ് ഓറഞ്ച് നിറവും മഞ്ഞ നിറവും ചുവപ്പ് നിറവും ഒക്കെ കൊടുത്തിട്ട് ഈ പഴങ്ങളെയൊക്കെ നല്ല ഭംഗിയുള്ള സംഭവമാക്കി മാറ്റുന്നത്. നമ്മുടെ തക്കാളിക്ക് ചുവന്ന നിറം കൊടുക്കുന്നതും ഈ കക്ഷി തന്നെയാണ്.
അപ്പോൾ ഇത് പോരല്ലോ, നീല നിറം കൊടുക്കുന്ന ആളിനെ കിട്ടണമല്ലോ. അങ്ങനെ സഞ്ചരിച്ച് കുറേ കൂടെ പോയപ്പോൾ ആളിനെ കിട്ടി. ആന്തോസയനിൻ എന്നാണ് കക്ഷിയുടെ പേര്. ഈ ആന്തോസയനിന് നമ്മുടെ മരങ്ങളുടെ pH മൂല്യത്തിനനുസരിച്ചാണ് ഈ പഴങ്ങൾക്കോ പച്ചക്കറികൾക്കോ ഒക്കെ ഈ നിറം കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീല നിറത്തിനെ പ്രദാനം ചെയ്യാനുള്ള ഈ ആന്തോസയനിൻ്റെ കഴിവെന്ന് പറയുന്നത് വളരെ കുറവാണ്. ഈ നീല നിറത്തിനെ പിടിച്ചു നിർത്താനുള്ള ഒരു ശേഷി ഈ ചായക്കൂട്ടിന് ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ പർപ്പിൾ നിറത്തിലേക്ക് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഈ നിറത്തിന് ഈ പഴങ്ങൾക്കോ പച്ചക്കറികൾക്കോ കൊടുക്കാനുള്ള ശേഷിയും ഈ ആന്തോസയനിന് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ നിറത്തിന്, അതായത് ഈ നീല നിറത്തിനെ പിടിച്ച് നിർത്താനുള്ള ഒരു ശേഷി ആന്തോസയനിന് ഇല്ലാതെ പോയത് കൊണ്ടാണ് നമുക്ക് ഈ നീല നിറത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും കിട്ടാത്തത് എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി. ഇത് എങ്ങനെ എൻ്റെ മോളെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അതിനുള്ള ശ്രമമായിട്ട് ഞാൻ കുറച്ചുകൂടെ അന്വേഷണമൊക്കെ നടത്തി നോക്കി. വലിയ ഫലമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ നിന്ന് വേറൊരു രസകരമായ ഒരു കാര്യം കണ്ടെത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നല്ല തടിയുള്ള ആൾക്കാരൊക്കെ ജിമ്മിലൊക്കെ പോയിട്ട് ശരീരഭാരം കുറയ്ക്കാനുള്ള ശ്രമം നടത്തുന്നതും ഡയറ്റീഷ്യന്മാരുടെ അടുത്തൊക്കെ പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? നല്ല തടിയുള്ളവർ ഡയറ്റീഷ്യന്മാരുടെ അടുത്ത് പോകുമ്പോൾ പലപ്പോഴും ഡയറ്റീഷ്യന്മാർ ഇവരോട് നീല നിറത്തിലുള്ള പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ പറയും എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിൽ വല്ല കാര്യമുണ്ടെന്ന് അന്വേഷിക്കാനായിട്ട് ഇതിൽ തിരഞ്ഞപ്പോൾ സംഭവം ശരിയാണ്. ഇതൊരു ഈ നിറങ്ങൾ കൊണ്ടുള്ള ഒരു കളിയാണത്രേ. നീല നിറത്തിലുള്ള പാത്രത്തിൽ എത്ര ടേസ്റ്റുള്ള ഭക്ഷണമാണ് എടുത്ത് മുമ്പിൽ കൊണ്ട് വെച്ചാലും നമ്മുടെ വിശപ്പ് കുറഞ്ഞു പോവുകയും നമുക്ക് ധാരാളമായിട്ട് ഇത് കഴിക്കാൻ പറ്റുന്നൊരവസ്ഥ ഇല്ലാതായി തീരുമെന്നാണ് പറയുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൻ്റെ അളവ് കുറയും. ഈ ഒരു മാനസികമായിട്ടുള്ള പ്രക്രിയയാണ് ഈ ഡയറ്റീഷ്യന്മാർ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കി. പിന്നെ കുറേ കൂടെ അന്വേഷിച്ചപ്പോൾ നമ്മുടെ പരിണാമ കാലഘട്ടം തൊട്ടൊക്കെ ഉള്ള പല പല തപ്പലുകളൊക്കെ നടത്തി നോക്കിയപ്പോഴും പല പല അകത്തൊക്കെ തപ്പി നോക്കിയപ്പോഴും ഈ നീല നിറത്തിലുള്ള ഈ ഫ്രൂട്ടുകൾ പച്ചക്കറികൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. ആകപ്പാടെ സമാധാനത്തിന് ഈ ബ്ലൂബെറിയും ഈ ബ്ലൂ പൊട്ടറ്റോയും ഈ ബ്ലൂ കോണും പിന്നെ നമ്മുടെ ഞാവൽ പഴവും ഒക്കെ മാത്രമേ ഉള്ളൂ. ഇനി ഏതെങ്കിലും തരത്തിൽ സമാധാനിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. കളറൊക്കെ അടിച്ചു കൊടുത്ത് പറ്റിക്കുക എന്ന് വെച്ചാൽ കുഞ്ഞിതേക്കാനെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ പ്രതിസന്ധിയാവും. നിങ്ങൾ എവിടെയെങ്കിലും ഈ നീല നിറത്തിലുള്ള എന്തെങ്കിലും ഫ്രൂട്ടോ വെജിറ്റബിൾസോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് അറിയിക്കണം. ഞാൻ അതിൻ്റെ അന്വേഷണത്തിലാണ്. എനിക്ക് കിട്ടിയാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഈ നീലയുമായിട്ടുള്ള പ്രതിസന്ധിയിൽ ഞാനിങ്ങനെ അലയുന്നത് കാരണം ഇന്ന് കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് നാളെ കാണാം.